ലില്ലിക്കുട്ടി 6 ജയിച്ച കൊല്ലമായിരുന്നു അത്. മുറിക്കാനുള്ള കുരിശപ്പം അമ്മച്ചി മേശപ്പുറത്ത് എടുത്തു വെച്ചതേ ഉള്ളായിരുന്നു. ചരുവത്തിലെ കുറുക്കുപാലിൽ പാളയംകോടൻ വട്ടങ്ങൾ പൊങ്ങിയും താഴ്ന്നും കിടന്നു. അത് കണ്ട് അനിയൻ മാത്തൻ കൊതിവെള്ളം ഒച്ചയിട്ടിറക്കി. ഇതെന്നാ കൊതിയാടാ മാത്താന്ന് വല്യമ്മച്ചി വാത്സല്യപ്പെട്ടു. ഉറക്കെ പൊട്ടിച്ചിരിച്ച് നനഞ്ഞ മുടി ഒന്നൂടെ തോർത്തി ഒതുക്കി അപ്പോഴത്തേക്കും അപ്പൻ ഇറങ്ങി വന്നു. ലില്ലിക്കൊച്ചെ, നീ ആ പുറപ്പാടിന്റെ പുസ്തകമെടുത്ത് നമ്മുടെ വലിയ കാർന്നവന്മാരുടെ ആദ്യ പെസഹായുടെ കഥയൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന് അപ്പൻ പറയുന്നത് കേൾക്കാൻ കാത്തിരുന്ന വണ്ണം ലില്ലിക്കുട്ടി താളായ താളെല്ലാം മഞ്ഞിച്ച വേദപുസ്തകം തുറന്നു. അന്നേരമാണ് വടക്കേലെ വേണുച്ചേട്ടായി ഓടിപ്പാഞ്ഞു കയറി വന്നതും അപ്പനെ മുറ്റത്തോട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയതും. തിരിച്ചു കയറി വന്ന അപ്പന്റെ മുഖത്തെ പന്തികേട് കണ്ട് ലില്ലിക്കുട്ടി വായന നിർത്തി. കൊച്ചു വായിച്ചാട്ടെ, അപ്പൻ ഇപ്പം ഇങ്ങ് വരാമെന്നും പറഞ്ഞ് അമ്മച്ചിയുടെ കാതിലെന്തോ പെറുപെറുത്തേച്ചും അപ്പൻ തിരക്കിട്ടിറങ്ങിപ്പോയി. എന്നാ പിണഞ്ഞടി തങ്കയെന്ന വല്യമ്മച്ചിയുടെ സന്ദേഹത്തിനുള്ള അമ്മച്ചിയുടെ മറുപടിയിൽ കറിയാപ്പാപ്പന്റെ പേര് പതിഞ്ഞു കേട്ടതേ നിന്റെ കറിയാപ്പാപ്പൻ നക്സലേറ്റാ എന്ന കൂട്ടുകാരി ക്ലാരമ്മയുടെ ചോദ്യം ലില്ലിക്കുട്ടിക്ക് ഓർമ്മ വന്നു. ആടിന്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് വീടിന്റെ മേൽപ്പടിയിലും കട്ടിളക്കാലുകളിലും പുരട്ടണം എന്നവൾ വായിച്ചതും അവൾ അറിയാതെ ഒരു വിറയൽ അവളുടെ വാക്കുകളെ പിടിച്ചു കുലുക്കിയതും ഈ വയസ്സാങ്കാലത്ത് തീ തീറ്റാനാണെന്നോ കർത്താവേ അവനെ നീ എനിക്ക് തന്നതെന്ന് വല്യമ്മച്ചി ആവലാതിപ്പെട്ടതും ഒരേ സമയത്തായിരുന്നു. അന്ന് വീട്ടിലാരും കുരിശപ്പം മുറിച്ചില്ല. അന്നെന്നല്ല, പിന്നൊരിക്കലും. കൊതി തീരാതെ തന്നെ മാത്തൻ കിടന്നുറങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും ഒരു വസ്തുവിനും അവൻ കൊതി പറഞ്ഞതായി ലില്ലിക്കുട്ടി കേട്ടിട്ടില്ല. അന്നു തൊട്ട് ലില്ലിക്കുട്ടിക്ക് പെസഹാപ്പം കാണുമ്പോൾ ആട്ടിൻ ചോരയുടെ മണം തോന്നും, മനം മറിച്ചിൽ വരും. പിറ്റേന്നായിരുന്നു ദുഃഖവെള്ളി. പോലീസിനെ വെട്ടാനാഞ്ഞ കറിയാപ്പാപ്പനെ തടയാൻ ഓടിച്ചെന്ന് കയറിയ അപ്പനാണ് ആ വെട്ടുകൊണ്ടത്. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി. കറിയാപ്പാപ്പനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ക്ലാരമ്മയാണ് കാര്യങ്ങളൊക്കെ ലില്ലിക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്. അമ്മച്ചിയും വല്യമ്മച്ചിയും മിണ്ടലും പറച്ചിലും നിർത്തിയായിരുന്നല്ലോ. ജയിൽവാസം കഴിഞ്ഞ് കറിയാപ്പാപ്പൻ തിരിച്ചു വന്നത് ഒരു പെസഹാ തലേന്നായിരുന്നു. അപ്പോഴത്തേക്കും വല്യമ്മച്ചിയെ കർത്താവ് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. മാത്തൻ കർത്താവിന് പോലും അറിയാത്ത എങ്ങോട്ടേക്കോ വണ്ടി കയറി. കറിയാപ്പാപ്പൻ ലക്കും ലഗാനവും ഇല്ലാത്ത കള്ളുകുടിയും തുടങ്ങി. തുടർന്നെല്ലാ ദുഃഖവെള്ളികളിലും കയ്പുനീരിനേക്കാളും പഴകിയൊരു കയ്പ് വഴിയരികിൽ കിടന്ന് പുലമ്പുന്ന കറിയാപ്പാപ്പനെ കാണുമ്പോൾ ലില്ലിക്കുട്ടിക്ക് അനുഭവപ്പെടും. കർത്താവിന് 14 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബറാബാസാ, എനിക്ക് 18 സ്ഥലം. എനിക്കും കറിയാപ്പാപ്പ, എനിക്കും. ലില്ലിക്കുട്ടി സാരിത്തുമ്പ് തലവഴി മൂടും, വെക്കന്ന് വീട്ടിലേക്ക് നടക്കും. 18 സ്ഥലം. ട്രാൻസ്ലേഷൻ. പകർത്തി എഴുതുമ്പോൾ എൻ്റെ ഹൃദയം നിന്നെ തൊടുന്നു. എൻ്റെ ആലോചനകൾ നിന്നെ ആലിംഗനം ചെയ്യുന്നു. ആദ്യമായി കാണുന്നുവെങ്കിലും അനന്തകാലം അറിഞ്ഞിരുന്ന പോലെ കണ്ണുകൾ ഗൂഢം തമ്മിൽ കോർക്കുന്നു. പകർത്തി എഴുതുമ്പോൾ നിന്റെ വാക്കുകൾ കരഞ്ഞും ചിരിച്ചും കലഹിച്ചും എൻ്റെ മഷിത്തുമ്പിലൂടെ ഒഴുകുന്നു. എന്നോ ജനിച്ച് എവിടെയോ ജീവിച്ച് ആരെയോ പ്രണയിച്ച് നിന്നെ എന്നിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. പകർത്തി എഴുതുമ്പോൾ നീ നടന്നലഞ്ഞ നാളുകൾ ഞാൻ ജീവിച്ചു നോക്കുകയാണ്. നിന്റെ വഴിയിറമ്പിലെ മണൽത്തരികൾ എൻ്റെ ഉള്ളംകാലിൽ കിരുകിരുക്കുന്നു. നിന്റെ കാലിലുടക്കിയ മുൾച്ചെടികൾ എന്നെയും നോവിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിന്നെ വാക്കുകളുടെ നെഞ്ചിൽ ജീവനൂതി കുശവചാതുരിയിൽ ഞാൻ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. സത്യത്തിൽ പകർത്തി എഴുതുമ്പോൾ അടർന്നു വീണു കിടക്കുന്ന എന്നെ കാലങ്ങൾക്കപ്പുറമുള്ള കാണാവിരലുകളാൽ നീ വാരിയെടുക്കുകയാണ്. ഇനിയും ഇനിയും ജീവിക്കൂ എന്ന് മന്ത്രിക്കുകയാണ്. നിന്റെ മായിക പ്രഭാവത്തിൽ ഞാൻ പുതുതാവുകയാണ്, പുനരെഴുതപ്പെടുകയാണ്.
സ്വപ്നത്തിലെ എയർ ബി എൻ ബി. സ്വപ്നത്തിൽ മാത്രം കാണാറുള്ള ഒരു വീടുണ്ട്. മനസ്സിനെ കെട്ടിയിടാൻ കെൽപ്പുള്ളൊരു വീട്. ഇന്നലെ രാത്രി വഴി തെറ്റിയലഞ്ഞ് വീണ്ടും അവിടെ എത്തി. വഴി തെറ്റിയല്ലോ, നേരം വൈകിയല്ലോ എന്നുള്ള പതിവ് വേവലാതികളോടെ. പടിക്കലെത്തിയപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ വീട്, എൻ്റെ വീട് എന്ന് മനസ്സ് തുള്ളിച്ചാടി. വാതിൽ തുറന്ന് അകത്ത് കയറി. പഴയ സ്വപ്നങ്ങളിലെ പരിചയം പുതുക്കി ഓരോരോ മുറികളിലൂടെ കയറിയിറങ്ങി. സ്വപ്നത്തിലെ വീട് ഒരുപാട് മുറികളുള്ള ഒരു വലിയ എയർ ബി എൻ ബി പോലെ തോന്നിച്ചു. വന്നവരും പോയവരും ഒരു പകുതി ചിരിയിലോ തലയനക്കത്തിലോ തല കുനിച്ചു നടപ്പിലോ കണ്ട ഭാവം നടിക്കുകയോ നടിക്കാതിരിക്കുകയോ ചെയ്തു. അവരിൽ കച്ചവടക്കാരും ബന്ധുക്കളും പിരിവുകാരും ഭിക്ഷാന്തേഹികളും ഉണ്ടായിരുന്നു. അവസാനമാണ് ഏറ്റവും പരിചയമുള്ള ആ മുറിയുടെ വാതിൽക്കലെത്തിയത്. വാതിൽ തുറന്നു. രണ്ടാമത്തെ കട്ടിലിൽ അമ്മ വിരിച്ചിട്ട് പോയ അതേ വിരിപ്പ്. കാൽക്കൽ ഉടുത്തിട്ട് മടക്കി വെച്ച സാരി. മേശപ്പുറത്ത് പഴയ പത്രക്കടലാസ്. അതിനുമേലെ ഇപ്പോൾ മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയ കണ്ണട. അന്നോളം അടക്കി വെച്ചിരുന്ന അലമുറകളുടെ കെട്ടഴിഞ്ഞു. അമ്മയുടെ മണം